ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ കറന്റ് ഫീലിങ്സ് ആണ് നോക്കുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറന്റ് ഫീലിങ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള കറന്റ് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് നാടകീയമായ സംഭവങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനമൊക്കെ നിങ്ങളുടെ ആള് തന്നെയാണ്. നിങ്ങൾ അതിൻ്റെ അകത്തൊരു പാർട്ടായിട്ട് നിന്നു കൊടുത്തു. എല്ലാം, അതായത് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, പിന്നെന്താ പ്രൊഡ്യൂസർ, പിന്നെ അതായത് ഓൾ ഇൻ ഓൾ ആയിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ തന്നെ പല കാര്യങ്ങളും അഭിനയിച്ച് തീർത്തു. ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ഒരു കണ്ണിയായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു ഇവർക്ക് ഭയങ്കര കഴിവാണ്, അല്ലെങ്കിൽ ഇവർക്ക് പല കാര്യങ്ങളെ പറ്റിയും അറിയാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് ചില കാര്യങ്ങൾ വരുമ്പോൾ ചില സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവര് കാണിക്കും. മനസ്സിലായോ? ഇവർക്ക് നിങ്ങളോട് ഇപ്പൊ നിങ്ങളെ പറ്റിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭയങ്കര ഉപദേശിക്കാനോ, അതല്ല ഇപ്പോ ഏതൊരു കാര്യത്തിനെ പറ്റി നിങ്ങളോട് സംസാരിച്ച് അത് വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യാനോ എല്ലാം കഴിവുണ്ട്, എല്ലാ പരിപാടികളും ചെയ്യും. പക്ഷെ ഈ ചെറിയ കുട്ടികൾ കാണിക്കൂല, അതായത് ഇപ്പൊ 2 മിൽക്കി ബാർ കിട്ടി, അയ്യോ ഈ രണ്ടും എനിക്ക് വേണം, എനിക്ക് ഇത് തന്നെ വേണം, ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കാണിക്കൂല. അതുപോലെ അത് കുഞ്ഞുങ്ങള്, അത് വേറെ ഒരു കാര്യം. പക്ഷെ അതുപോലെ കുറച്ച് പിടിവാശി കാണിക്കുന്ന, ഒരു മെച്യൂരിറ്റി, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ആഗ്രഹമുള്ള പല കാര്യങ്ങളും ഈ വ്യക്തിനെ കൊണ്ട് നടത്തിക്കാം, അതായത് നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് നടത്തിക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ളവരുടെ ഒരു വികാരങ്ങളെ അല്ലെങ്കിൽ വിചാരങ്ങളെ എന്താ പറയാ, മൈൻഡ് ചെയ്യുന്നില്ല. അതും അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു വില കൽപ്പിക്കാത്ത പോലെ അങ്ങനത്തെ കുറച്ച് ആളുകളും ഉണ്ട്. അതും അല്ലെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മുൻപോട്ട് വെക്കുമ്പോൾ അത് നാളെ ശരിയാക്കാം, അല്ലെങ്കിൽ നാളെ നോക്കാം, മറ്റന്നാൾ നോക്കാം, 1 മാസം കഴിയട്ടെ, 2 മാസം കഴിയട്ടെ, 2 വർഷം കഴിയട്ടെ, 1 വർഷം കഴിയട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഈ കരക്കും പോവില്ല വഞ്ചിക്കും പോവില്ല എന്ന് പറയില്ലേ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മച്ചമ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ മധുരം കാരണം തുപ്പാനും കയ്പ്പ് കാരണം ഇറക്കാനും പറ്റാത്ത അവസ്ഥ. നമ്മളിത് ഇറക്കി കഴിഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ തുപ്പിക്കഴിഞ്ഞാലും ഓക്കെ. ഇത് രണ്ടിടത്തും ഇല്ലാതെ തൊണ്ടയിൽ തന്നെ നിൽക്കുമ്പോഴാണ് ശ്വാസം മുട്ടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ വരുന്നത്. ആ ഒരു അവസ്ഥയാണ് നിങ്ങൾ പാവങ്ങള്. കാരണം സ്നേഹം കൊടുത്ത് മേടിച്ചു കൂട്ടിയ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതായത് അവർക്കറിയാം, നിങ്ങളുടെ പേഴ്സണ് കറക്റ്റ് ആയിട്ട് അറിയാം നിങ്ങൾ എങ്ങനെയൊക്കെയാണ്, നിങ്ങളുടെ എല്ലാ ജീവചരിത്രങ്ങളും, നിങ്ങളുടെ എല്ലാ
സ്വഭാവ സവിശേഷതകളും, അതല്ല ഇനിയിപ്പം നിങ്ങളുടേതായിട്ടുള്ള ഏതൊരു പരിപാടികളും നിങ്ങളുടെ പേഴ്സൺ അറിയാം. പക്ഷെ ഇവര് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നല്ലതായിട്ട് നിന്നാലും ചീത്തയായിട്ട് നിന്ന് കഴിഞ്ഞാലും നിങ്ങള് ആഹ് എന്താ ഇവരോടുള്ള ഒരു സ്നേഹത്തിന്റെ കണ്ണി പൊട്ടിക്കില്ല. അല്ലാന്നുണ്ടെങ്കില് പല കാര്യങ്ങളും ഈ വ്യക്തി പല കൊള്ളരുതായ്മ കാണിച്ചു കഴിഞ്ഞാലും ഇവരോടുള്ള ആ ഒരു ഉം ഇത് ആ ഒരു പോയിന്റ് നിങ്ങള് മനസ്സിന്ന് മാറ്റത്തില്ല. പക്ഷേ നിങ്ങളെന്ന് പറയുമ്പോ എനിക്ക് ഇവിടെ നിങ്ങളുടെ എനർജി വരുന്നത് നിങ്ങള് സ്നേഹിച്ചു കഴിഞ്ഞാ അങ്ങേയറ്റം സ്നേഹിക്കും. ഉം. വെറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അങ്ങേയറ്റം വെറുക്കും. പക്ഷെ ഈ ഒരു ആളുടെ കാര്യത്തില് മാത്രം നിങ്ങൾക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഒരവസ്ഥയില് നിങ്ങള് ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയില് നിൽക്കുന്ന ഒരു ഒരു പ്രതിഭാസം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇതിൻ്റകത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ശരിയാകണം, ഇത് നല്ല രീതിക്ക് പോണം, ഈ ബന്ധം നല്ല രീതിക്ക് പോണം. പിന്നെ എന്താ പറയാ, ഒരു ഈ ബന്ധം നല്ല രീതിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു 80% പ്രശ്നങ്ങൾ തീരും. കാരണം നിങ്ങള് ഇപ്പൊ നിങ്ങള് ഒരു NRI പ്രവാസി എബ്രോഡ് താമസിക്കുന്ന വ്യക്തി, അതും അല്ലാന്നുണ്ടെങ്കില് നിങ്ങളിപ്പോ എന്താ ഒരുപാട് നാട് വിട്ട് അകലെ നിൽക്കുന്ന വ്യക്തി, ബന്ധുക്കളായിട്ട് ഒക്കെ അകലെ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, എന്താണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങള് ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഈ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബോണ്ട്, അത് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തും വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള മനസ്സിൻ്റെ അകത്തൊരു വിചാരം ഉണ്ടെന്ന് ഇവർക്കറിയാം. നിങ്ങൾ ഏതൊരു ലോകത്തിന്റെ ഏതൊരു മൂലക്ക് പോയി കഴിഞ്ഞാലും ആ ഒരു കാര്യങ്ങള് നിങ്ങൾ വിടാൻ പതിയെ പതിയെ പോലും നിങ്ങൾക്ക് വിടാൻ പറ്റത്തില്ല എന്നൊക്കെ ഈ ഒരു മച്ചമ്പി നിങ്ങളെ പറ്റി ആലോചിക്കുന്നുണ്ട്. കാരണം വേറെ എനർജികൾ കാര്യങ്ങളൊക്കെ ഈ ബന്ധത്തിൽ കയറി ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ കുറ്റക്കാരി അല്ലെങ്കിൽ കുറ്റക്കാരനാവുകയും നിങ്ങളുടെ ഈ വ്യക്തി ഈ മുതലെടുക്കുവാണോ സജി എന്നൊക്കെ പറയുന്ന പോലെ സാഹചര്യം മുതലാക്കി പല കാര്യങ്ങളും നടത്തിയിട്ടുമുണ്ട്. സാഹചര്യങ്ങൾ കുറച്ച് ആളുകൾ മുതലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇത് ചില ആളുകളെ ഇത് ഇവിടെ നിങ്ങളുടെ എനർജിയും കിട്ടുന്നത് നിങ്ങളിപ്പോ ഈ ആളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, ഈ ആളുടേതായിട്ടുള്ള എല്ലാ ജീവിത കാര്യങ്ങളും മനസ്സിലാക്കി, ഈ ആളുടെ പെരുമാറ്റങ്ങളും, ഈ ആൾ എന്തൊക്കെയാണ് നിങ്ങളോട് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളും മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾ പതിയെ പതിയെ ഇതിന്ന് ലൈറ്റ് ആയിട്ടാണെങ്കിലും മൂവ് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോ എന്തെങ്കിലും കഥയും കവിതയൊക്കെ പറഞ്ഞ് വാ വാ എന്ന് പറഞ്ഞു പിന്നെയും വരും. അപ്പോ ഇതില് നിങ്ങള് മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും ഇതില് പിന്നെയും ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുവരും, നിങ്ങളെ കൊണ്ടുവരും. എന്നിട്ട് നിങ്ങള് ആ ഒരു പോയിന്റില് എത്തി എന്ന് മനസ്സിലായി കഴിയുമ്പോ പിന്നെയും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പിന്നെയും കഥം എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ പോവും. അതാണ് ചില ആളുകൾക്ക്, ഇതെല്ലാരും അല്ല, ചില പർട്ടിക്കുലർ ആളുകൾക്ക് ഒരു 60% ആളുകളുടെ പേഴ്സൺസിനും ഇങ്ങനെയുള്ള ഒരു സ്വഭാവം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഈ വ്യക്തി കുറച്ച് നാള് ഇങ്ങനെ പോയി തിരിച്ചു വരുമ്പോ നല്ല രീതിയിലൊക്കെ ഒരു രീതിയിലുള്ള സ്വഭാവമൊക്കെ കാണിച്ച് കുഴപ്പമില്ല, ഞാൻ നല്ലതാണ്, പിന്നെ ഞാൻ നല്ല രീതിയിലുള്ള കാര്യങ്ങളെ കാണിക്കുള്ളൂ, ഇനി ഞാൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളോട് വേറെ രീതിയിലൊന്നും പെരുമാറൂല്ല, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ചൊക്കെ വിശ്വസിക്കാതിരിക്കും. പിന്നെ ഇത്തിരി കഴിയുമ്പോൾ നിങ്ങൾ പിന്നെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കും. എന്നിട്ട് പിന്നെയും നിങ്ങൾ അതിൻ്റെ അകത്തോട്ടാവും. അപ്പൊ പിന്നെയും പുള്ളി കുറച്ചിങ്ങനെ പുള്ളിയുടേതായിട്ടുള്ള നൈസായിട്ടുള്ള സ്വഭാവം അങ്ങോട്ട് വാരി വിതറും. അപ്പൊ പിന്നെയും പണ്ടത്തെ ചങ്കരൻ പിന്നെയും തെങ്ങില്ലെന്ന് പറയണ പോലെ പിന്നെയും നിങ്ങൾ പഴയ അവസ്ഥയിലോട്ടാവും. ഇത് കുറച്ച് നാളായി, ഞാൻ പറഞ്ഞല്ലോ ഒരു 60% ആളുകൾക്ക് ഇങ്ങനെയുണ്ട്. കുറച്ച് നാളായി ഇതിങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നടുക്കടലിൽ എന്നുള്ള രീതിയിൽ ഒരവസ്ഥയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ. കാരണം നിങ്ങൾ നല്ല രീതിക്ക് ഒരു എന്താ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു വിഷമം അല്ലെങ്കിൽ
ആ ഒരു മനസ്സിന്റെ അകത്ത് ഇപ്പൊ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ ഒന്ന് ശരിയാക്കി തരണം. ഒന്ന് അല്ലെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കണം. എന്റെ മനസ്സൊന്ന് ശരിയാക്കണം. കാരണം എല്ലാ രീതിയിലും നിങ്ങള് എന്താ എ ടു ഇസഡ് കാര്യത്തില് നിങ്ങള് അത് ആഗ്രഹിക്കുന്നുമുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കാൻ തീരുമാനിക്കണമുണ്ട്. പക്ഷേ ഈ ആളുടേതായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് എത്ര വൈരാഗ്യം വന്നാലും, എത്ര ദേഷ്യം വന്നാലും, എത്ര പരിപാടികൾ വന്നാലും ചില കാര്യങ്ങള് എന്താ പറയാ ആലോചിക്കുമ്പോ നിങ്ങൾ പുറകോട്ട് ഇങ്ങനെ വലിയും. അതായത് വേണ്ട, എന്നെക്കൊണ്ട് സാധിക്കില്ല. പുറകോട്ട്. പക്ഷെ വേറെ വല്ലവരും ആണ് നിങ്ങളോട് ഇത്രയും കാര്യങ്ങള് നിങ്ങളെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ ഒരു 15% കാര്യങ്ങള് വേറെ വല്ലവരുമാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങള് വേറെ രീതിയിൽ ഇത് കൊണ്ട് എത്തിച്ചേനെ. ഓക്കെ ഓക്കെ. അപ്പൊ പക്ഷെ ഇതില് നിങ്ങൾ വേറെ രീതിയിൽ കൊണ്ട് എത്തിക്കാൻ നോക്ക്. മനസ്സിന്റെ അകത്ത് അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ കാര്യത്തോടെ എടുക്കുമ്പോ വേണ്ട, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. ഇതിനൊക്കെ ദൈവം കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു കർമ്മ ഉണ്ടാവും. എന്നെങ്കിലും എന്നെ മനസ്സിലാക്കും. എന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കും. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കും. ഞാൻ എങ്ങനത്തെ ഒരു രീതിയിലാണ് ആ വ്യക്തിയുടെ അടുത്ത് നിന്നതെന്നൊക്കെ മനസ്സിലാക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നിങ്ങളും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി പല കാര്യങ്ങൾ ചിന്തിച്ചാലും, പല സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കണ്ടു കഴിഞ്ഞാലും, രണ്ട് ഓപ്ഷൻസ് അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻസ് വെച്ചിട്ടാണ് ഈ ചിന്തിക്കുന്നത്. ഈ എന്താ പറയാ, ചില സമയത്ത് വേണമെന്ന് തോന്നും, ചില സമയത്ത് വേണ്ടെന്ന് തോന്നും, ചില സമയത്ത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വരണമെന്ന് തോന്നും, ചില സമയത്ത് എന്താ പകുതിക്ക് വെച്ച് നിൽക്കാൻ തോന്നും. രണ്ട് വിചാരമാണ്. ഈ സെക്കൻഡുകൾ കൊണ്ട് ആളുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുവാണ്. സെക്കൻഡുകൾ കൊണ്ട് ആളുടെ ഒരു ക്യാരക്ടറിന് ചേഞ്ചസ് വരുവാണ്. അത് ഇതെന്താ പുള്ളി മറ്റേ അന്യൻ, റെമോ, അമ്പി എന്നൊക്കെ പറയണ പോലെ സ്പോട്ടിൽ അങ്ങോട്ട് ആ ഒരു സ്വഭാവത്തിനൊരു ഇത് കാണിക്കുവാണ്. നമ്മൾ ഒരേ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളെ വേണ്ട, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും, അങ്ങനെയൊക്കെയുള്ള ഇതിൽ അത് തീർന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു കുറച്ച് പ്രതീക്ഷകളും തരും. എന്നാ പറഞ്ഞ കാര്യങ്ങളും അങ്ങോട്ടും നടത്തത്തില്ല. എന്നാ എന്താ പറയാ, വാഗ്ദാനങ്ങളും കുറെ തന്നിട്ടുണ്ട്. എന്നാൽ ലൈഫ് ടൈം മുഴുവനും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യും എന്ന് മനസ്സിലാവുമ്പോ പതിയെ കയറി വന്ന് കഥയൊക്കെ പറയും. പിന്നെയും പിന്നെയും എന്താ പറയാ, പഴയ പോലെ പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു ആടിക്കളിക്കുന്ന ഒരാള്. ഒരു സ്റ്റെബിലിറ്റി തരുന്നില്ല. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ അത് വാക്കിൽ കൂടി തരുന്നുണ്ട്. പക്ഷെ അത് പ്രവൃത്തിയിൽ വരുന്നില്ല. അത് കുറച്ച് നാള് അങ്ങനെ അതായത് നിങ്ങൾ പരിചയപ്പെട്ട് കുറച്ച് നാളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നാള് നിങ്ങൾ നല്ല രീതിക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുപോയായിരുന്നു. നല്ല രീതിക്ക് ഒരു മനസ്സമാധാനത്തോടു കൂടി ഒരു ജീവിതം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നാള് കഴിഞ്ഞപ്പോഴാണ് എന്താ ഒരു ഒരു ഈ ആളുടെ ഒരു പരിപാടിനെ കുറിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ആളുടെ യഥാർത്ഥമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങള് ഈ സത്യങ്ങള്, കൈപ്പേറിയ സത്യങ്ങൾ എന്നൊക്കെ പറയൂലേ, അത് അറിയാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നു. കാരണം പുള്ളി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ കുറച്ച് കാര്യം അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ കുറച്ച് കാര്യത്തില് തീരെ പക്വതയില്ലാത്ത കുറച്ച് പരിപാടികൾ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഭാവിയിൽ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാകുമോ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിനെ ബാധിക്കുമോ, ഇപ്പൊ ഒരു ഫാമിലി മാൻ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളെ ബാധിക്കുമോ, എൻ്റെ കുടുംബം, എൻ്റെ മാതാപിതാക്കള്, അല്ല ഞാൻ വാക്ക് കൊടുത്ത എൻ്റെ പെണ്ണ്, അല്ലെങ്കിൽ ഞാൻ വാക്ക് കൊടുത്ത എൻ്റെ ചെക്കനെ ബാധിക്കുമോ, പെണ്ണിനെ ബാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പോ ഒരു എന്താ പറയാ, ഈ ദീർഘവീക്ഷണം ഇല്ലാത്ത പ്രവർത്തനങ്ങൾ മൂലം വെറുതെ പണി മേടിച്ചു കൂട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഓക്കെ. പക്ഷേ നമുക്ക് നോക്കാം. നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഉറപ്പായിട്ടും ഈ വ്യക്തിയെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ അറിയാം. പിന്നെ നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് ആരൊക്കെ കൈവിട്ടാലും, ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യൻ കൈവിട്ടാലും നിങ്ങൾ കൈവിടില്ല എന്ന് ഇവർക്കറിയാം. ഉം. ഏതൊരു കാര്യത്തിന് എന്ത് ഇതാക്കി ഇവരുടെ ഒരു കണ്ണുനീരിന്റെ മുന്നിൽ നിങ്ങളുടെ ഏതൊരു ദേഷ്യവും ഏതൊരു വൈരാഗ്യവും ഇങ്ങനെ അലിഞ്ഞില്ലാണ്ടാവുമെന്നും നിങ്ങളുടെ ആൾക്കറിയാം. അത് നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റും ഈ പുള്ളിയുടെ ഒരു വിക്ടറിയുമാണത്. ഉം. കാരണം എപ്പോ വന്നു കഴിഞ്ഞാലും നിങ്ങളൊരു എന്താ പറയാ, ഇവരുടെ വരവിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങളെ എന്താ പറയാ, ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഇപ്പൊ പിടികിട്ടി. നിങ്ങൾ സ്നേഹിച്ച പോലെ നമ്മളുടെ കയ്യിലൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാല് നമ്മളത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അത് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഡയമണ്ട്, അതേസമയം ഇപ്പുറത്തെ കയ്യില് വേറൊരു ഒരു പിച്ചള പോലത്തെ ഒരു സാധനം, ഈ രണ്ടും നമ്മൾ മാനേജ് ചെയ്യുന്നതിന് വ്യത്യാസം ഉണ്ടാവും. ഡയമണ്ട് അതേ രീതിയിലുള്ള ഒരു പ്രഷ്യസ് ആയിട്ട് അതേ ഒരു മൂല്യം കൽപ്പിച്ച് അതേ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് പോകും. അതുപോലെയാണ് നിങ്ങൾ ഈ വ്യക്തിനെ ഇങ്ങനെ പ്രഷ്യസ് ആയിട്ട് ഇങ്ങനെ കരുതൽ കൊടുത്ത് തണൽ കൊടുത്ത് അതുമല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും മാനേജ് ചെയ്ത് ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം നിങ്ങൾ സഹിക്കുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾ ഇതാക്കുന്നു. കാരണം ഈ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ച പോലെ, നിങ്ങൾ ഈ വ്യക്തിയുടെ സ്വഭാവവുമായി അഡ്ജസ്റ്റ് ആയ പോലെ, നിങ്ങൾ ഈ വ്യക്തിയുടെ എന്ത് കാര്യത്തിനും ഓക്കെ, ഒരു കണ്ണുനീര് വന്നിട്ടാണെങ്കിലും ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് വേണ്ടിയല്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത പോലെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഈ വ്യക്തിനെ സ്നേഹിക്കാൻ പോകുന്നില്ല. അത് ഷുവറാണ്. അത് ഈ വ്യക്തിക്കും അറിയാം. അതിനുള്ള കാര്യങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. അതായത് ഇവരുടെ ആക്ച്വൽ ഫേസ് ചിലപ്പോൾ നിങ്ങളായിരിക്കും കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ആക്ച്വൽ ക്യാരക്ടർ നിങ്ങളായിരിക്കും കണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ ചിലപ്പോൾ എന്താണ്, ഈ പുറമേ മാസ്ക് ധരിച്ചുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവര് കുറെ നാൾ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവരുടെ ആക്ച്വൽ ക്യാരക്ടറൊക്കെ ഇങ്ങനെ പുറത്തോട്ട് എടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ബോധോദയം എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചിപ്പോ കാര്യങ്ങളൊക്കെ ഇത്തിരി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ പറ്റി ചിന്തിക്കുന്ന, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി, അല്ലെങ്കിൽ എന്നെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വ്യക്തി, എന്നെയായിട്ട് ഏറ്റവും കൂടുതൽ എന്താ പറയാ, എൻ്റെ സ്വഭാവത്തിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന വ്യക്തി നിങ്ങളായിരുന്നു. നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നിങ്ങളെ പറയാൻ പറ്റാത്ത വാക്കുകൾ കൊണ്ട് ഒരു ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരുപാട് അങ്ങോട്ട് രണ്ടു കൂട്ടരും ചിലപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ഈ വാക്കുകള് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിലാരോ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം. നമ്മൾ കയ്യിൽ നിന്ന് വീഴുന്നതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ തമ്മിൽ ദേഷ്യത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യം വരുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വീണ്ടും നിങ്ങളുടെ അടുത്ത് വീണ്ടും ഒരു റീകൺസിഡറേഷനോ അല്ലെങ്കിൽ ഒരു റീയൂണിയനോ അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം
ഓ പോട്ടെ, ഇത്രയും നാൾ നടന്നതൊക്കെ നടന്നു എന്നുള്ള രീതിയിലുള്ള അതൊരു ചിലപ്പോൾ ഒരു മെസ്സേജിന്റെ രൂപത്തിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു ഒരു സംസാരത്തിന്റെ രൂപത്തിൽ, ഒരു ഫോൺ കോളിന്റെ രൂപത്തിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മധ്യസ്ഥന്റെ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞു വിടുന്നതായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ നിങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ ഒബ്സർവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ പറ്റി തീരുമാനിക്കുക. കാരണം അനുഭവിച്ചതും സാഹചര്യങ്ങൾ ഉണ്ടായതും ഒരുപാട് നിങ്ങൾക്കാണ്. അപ്പൊ അത് നിങ്ങളാണ് ഈ വ്യക്തിയുടെ പരിപാടികൾ വാച്ച് ചെയ്യേണ്ടത്. കാരണം പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ വീണ്ടും തുടരുമോ, പുള്ളിക്ക് ഇപ്പോഴും വേറെ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പുള്ളി ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ സംസാരിക്കുന്നത്, അതൊക്കെ നിങ്ങൾ നോക്കുക, വാച്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മാത്രം പല കാര്യങ്ങളും തീരുമാനം എടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൽ കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല, ഒന്നും നിങ്ങൾക്ക് കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.